ഹായ്, എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ കുറേ നാളായി ഒന്ന് വ്ളോഗൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഇടുന്നുണ്ട്. എന്നാലും ഞാനൊരു മീൻ മേടിച്ചത്, ഞാനത് നെയ്മീൻ പൊട്ടപ്പീന് വറ്റേന്ന് പറയും. അത് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇച്ചിരി തേങ്ങയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, രണ്ട് കുരുമുളക്, പിന്നെ കുറച്ച് അത് ഒരുപാട് ഇതുണ്ട്, പൊടിയുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുക്കാം. ജസ്റ്റ് ഒന്ന് വറുക്കാൻ മതി. ഞാൻ വലുതായിട്ടൊന്നും വറുക്കുന്നില്ല, ഒന്ന് ചുമപ്പിക്കുന്നതേ ഇവിടെ. അപ്പം പിന്നെ ഇതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ഇടുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന്. പുതിയ പ്രിപ്പറേഷനാണ് എൻ്റെ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു രീതികൾ. അപ്പം ഒന്ന് മൂത്താൽ മതി. ഞാനത് ഓഫ് ചെയ്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇച്ചിരി മല്ലിപ്പൊടി, മുളക് പൊടി വേണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, ഒരു അരമുറിയില്ല, ഒരു കാപ്പാവില്ല. അപ്പോൾ അതിന് വേണ്ടി ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, മുളക് എടുത്തത് തീർന്നു, ഇതിനകത്ത് ഇനി നടക്കണം. മുളക് പൊടി നല്ലതാണ്, മുളക് പൊടി. അപ്പോൾ ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇച്ചിരി എരിവ് വേണമല്ലോ, മീൻ നന്നായിട്ട് വേണ്ട. ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, അത്രയും ചേർത്ത് നമുക്കൊന്ന് ഇതൊരു കോട്ട ഉലുവായും കൂടി ഇട്ടേക്കാം. അപ്പോൾ ഒന്ന് വറുത്തേക്കാം. കുറച്ച് പുളിയും കൂടി ഇട്ടിട്ടുണ്ട്, കുറച്ച് പുളിയുണ്ട്. ഇത്ര സാധനങ്ങൾ മതി. ഇത് എൻ്റെ വീട്ടിലുണ്ടായ കുരുമുളകാണ്, ഈ ചെറിയ കുറ്റി മുളകിൻ്റെ കുരുമുളകാണ്. അപ്പോൾ അതൊന്ന് ഇതാക്കുവാണ്, ചെയ്ത് വെച്ചതാണ്, അത് ഉണക്കി ഇതാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത് ഇത്രയും മതി, ഓഫ് ചെയ്തേക്കാമേ. ഇത്രയും മതി, ഇത്രയും മൂത്താൽ മതി. ഞാൻ വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് അരയ്ക്കാനുള്ള പരിപാടി. നമുക്കിനി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വയ്ക്കും. മൊത്തത്തിലായി. അപ്പോൾ നമുക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇടാം. ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, സവോളയാണ് ഇട്ടത്, പിന്നെ കരിവേപ്പില. നല്ലപോലെ വഴന്നെടുക്കണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യാത്തവർ, കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണേ. കുറച്ച് ദിവസമായി ഞാനിപ്പോൾ ഇതിലോട്ട് വലിയ ആത്മാർക്ക് സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ കുക്കിങ് കുറച്ച് ദിവസമായി. പെട്ടെന്ന് നമ്മൾ കുക്കിംഗ് ഇത്തിരി കൂടെ ഇടുമ്പോൾ പെട്ടെന്ന് വഴന്നില്ല. നമുക്ക് അല്പം പുളിയും കൂടെ ഇട്ടാം. ആ പുളിയും കൂടെ ഇട്ട് നമുക്കങ്ങ് വഴറ്റാം. ഞാൻ എപ്പോഴും അങ്ങനെ പുളി വഴറ്റും. പിന്നെ കുറച്ചുകൂടെ കരിവേപ്പില ഇട്ടേക്കാം. ഈ കരിവേപ്പില ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ തക്കാളി ഒരു തക്കാളി ഇടാം. നല്ലതാണ്. ഞാൻ സാധനം മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്താണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതൊന്ന് മറ്റേ പച്ചയാകുമ്പോൾ ഒരു മാതിരി ഇരിക്കും. എന്നാൽ ഞാൻ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് വറുത്തുന്നില്ല. അപ്പോൾ ഇതൊന്ന് നോക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അങ്ങനെ നമ്മൾ തേങ്ങായി മറ്റേ വറുത്തതല്ലേ, ഒത്തിരി മൂത്തിട്ടില്ല. നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ചൂടോളം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പച്ചവെള്ളം ഒഴിക്കത്തില്ല. എന്ത് കറിക്കാണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് ചെയ്യുന്നത് ശരിയല്ല. ചൂടാ നമുക്ക് കറിയായിട്ട് വയ്ക്കാം. കപ്പ കൂട്ടാൻ വെക്കാം, കപ്പയ്ക്ക് കൂട്ടാൻ കഴിക്കാം. എന്തിനും നല്ല, ചോറിന്, ചപ്പാത്തിക്ക് ഒക്കെ നല്ലതാണ്. ചൂടായിരുന്നു. ഇനിയിപ്പം നല്ല ഒഴിച്ച് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തിളച്ച് വരും. ചാറ് ഒത്തിരി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചിമ്മും കൂടെ ചേർത്തേക്കാം. അപ്പോൾ ഇനി തിളച്ച് വരട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് കഷ്ണം വരാം. അപ്പം നമ്മുടെ കൂട്ടാൻ തിളച്ച് ഇനി നമുക്ക് കഷ്ണം വരാം. എല്ലാം കൂടെ ഞാനിടുവാണ്. പൊടിയത്തില്ല, അധികം പൊടി. ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കണേ, ഒന്ന് വറുത്തിട്ട് ഒന്നല്ല കേട്ടോ. ആ എണ്ണയും കൂടെ വെച്ചേക്കാം. അപ്പോൾ ഇനി തിളച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. തിളക്കട്ടെ. അപ്പം നമ്മുടെ മീൻകറി ഒന്ന് നോക്കിക്കളയാം. ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം, നല്ലതായിരിക്കും. ഇവിടെ തക്കാളിയുടെ പൊടിയും നമ്മുടെ തൊട്ടുപൊടിയുടെ പൊടിയും എല്ലാം കൂടെ നല്ല അടിപൊളിയായിരിക്കും. ഇതാണ് തിളച്ച് നല്ല കുറുകി വന്ന് കട്ടൻ ചുറ്റിയതാണ്. എന്നാൽപ്പം ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കുറച്ച് നേരമായില്ലേ. അല്ലാട്ടോ, ഇനി നിങ്ങൾ പച്ച തേങ്ങയുമല്ല, എന്നാൽ അതുപോലെ വറുത്തിട്ടുമില്ല. ഞാൻ ഇടപരിവത്തിന് ചെയ്ത് കൂട്ടാൻ നല്ല ഒരു നമ്മുടെ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ തേങ്ങ അരച്ച കറി, അതുപോലെ അടിപൊളിയാണ്. നിങ്ങൾ കണ്ട് ചെയ്യുക, പ്രോത്സാഹനം തരിക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഇനി ഒരു 2 മിനിറ്റ് ഉള്ളൂ, ഞാൻ ഓഫ് ചെയ്യാൻ പോകണം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എൻ്റെ തിളച്ച് വരുന്നുണ്ടോ മീൻകറി?